ആവർത്തന പുസ്തകം 10-ാം അധ്യായം 8-ാം തിരുവചനം. ആ കാലത്ത് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും അവിടുത്തെ നാമത്തെ അനുഗ്രഹിക്കുന്നതിനുമായി ലേവി ഗോത്രത്തെ അവിടുന്ന് തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഒരുപാട് അനുഗ്രഹത്തിന്റെ കഥ വിവരിക്കുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളെ ആശീർവദിക്കുന്നു, മുതിർന്നവർ ഇളയവരെ അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പൈതൃകമായി അപ്പൻ മക്കൾക്ക് മരണസമയത്ത് അനുഗ്രഹം അവിടുന്ന് വർഷിക്കുന്നു. ഇതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ അനുഗ്രഹവും രക്ഷയും പ്രദാനം ചെയ്യുകയാണ് പൗരോഹിത്യത്തിലൂടെ. പൗരോഹിത്യം തിരുവചനത്തിൽ ആരംഭിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഈ അഹ്റോനെ വിളിക്കുന്നതോടുകൂടിയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് വേണ്ടി മോശയെ അവിടുന്ന് വിളിച്ചു. മോശയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് പറയാനുണ്ട് ഒരുപാട് കുറവുകളുടെ കഥ. ഒരുപാട് കുറവുകളും വേദനകളും നിറഞ്ഞവനാ മോശ. എന്നാൽ മോശയെ സംബന്ധിച്ചിടത്തോളം മോശയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മോശ പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല കർത്താവേ, നീ എങ്ങനെയെങ്കിലും വേറെ ആരെങ്കിലും ഇത് ഏൽപ്പിക്ക. കാരണം നിസ്സാര കാര്യമല്ല, സംസാരിക്കണം. ഞാൻ വിക്കന, ഈ ജനത്തെ മുഴുവൻ നയിക്കാൻ എന്നെയാണ് തെരഞ്ഞെടുത്തത്. ആ സമയത്ത് മോശയ്ക്ക് സഹായകനായി ഞാൻ നിന്റെ കൂടെ അഹ്റോനെ അയക്കുന്നു എന്ന് പറയുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, അഹ്റോനിലൂടെയാണ് പഴയ നിയമത്തിൽ പൗരോഹിത്യം ആരംഭിക്കുന്നത്. പിന്നീട് ജനം ദുരിതത്തിലേക്ക് പോകുമ്പോൾ, വലിയ മഹാമാരിയൊക്കെ വന്നു വീഴുമ്പോൾ അവിടെയെല്ലാം ഒരു പുരോഹിതന്റെ പ്രാർത്ഥന, ഒരു പുരോഹിതന്റെ ധൂപാർപ്പണമാണ് ആ ജനത്തിന് വലിയ വിടുതൽ കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനങ്ങളുടെ താളുകളിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിന്റെ പുസ്തകം, സഭാപ്രാസ്യങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ ഒരു പുരോഹിതന്റെ ആശീർവാദവും ഒരു പുരോഹിതന്റെ ധൂപാർപ്പണത്തിലൊക്കെ വലിയ ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകം പറയുക, പുരോഹിത നീ അത്തരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം ജ്ഞാനം അന്വേഷിച്ചു വരുമ്പോൾ അത് കൊടുക്കാൻ നിനക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമം അവസാനിക്കുന്നത് ഈ പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ. പുതിയ നിയമത്തിലും പൗരോഹിത്യത്തെ കുറിച്ച് പറയുകയാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവാണ് നിത്യ പുരോഹിതൻ. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ പുരോഹിതനായി തീർന്നിരിക്കുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലാണ് ഓരോ പുരോഹിതരും അവിടുന്ന് പങ്കുചേരുന്നത്. ആദ്യ നൂറ്റാണ്ട് മുതൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പൗരോഹിത്യം സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. യേശു അന്ത്യ താഴ്വേളയിൽ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമുക്ക് ഓരോരുത്തരെയും ആ പൗരോഹിത്യത്തിലേക്ക് അവിടുന്ന് ആനയിക്കുകയാണ്. ഒരു പുരോഹിതൻ സഭയിൽ ഉള്ളത് കൊണ്ട്, ഈ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1-ാം തിരുവചനം. യേശു 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവന് അധികാരവും ശക്തിയും കൊടുത്തു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് സകല പിശാചുക്കളുടെ മേൽ. ഈ ജോയച്ചൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളോട് വചനം പ്രഘോഷിക്കുന്നു. ഈ വചനം നീ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധങ്ങളായ കോണുകളിൽ ഇരുന്നു കൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളാ. അതുകൊണ്ടാണ് സകല പിശാചുക്കളുടെ മേൽ അവന് അധികാരവും ശക്തിയും കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ അധികാരവും ശക്തിയും എന്ന് പറയുമ്പോൾ 2 വാക്കുകളല്ലേ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക, പവർ ആൻഡ് ഫോഴ്സ്. ഈ അധികാരവും ശക്തിയും ദൈവം ഒരു പുരോഹിതന് കൊടുത്തിട്ടുണ്ട്. ഇത് പിശാചിന് അറിയാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഏത് വ്യക്തി സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നത് വാ തുറന്ന അവസാനിക്കുന്നേക്കാൾ മുമ്പ് സഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാകും. നിരീശ്വരവാദികളായിക്കൊള്ളട്ടെ, പെന്തക്കോസ്തക്കാരായിക്കൊള്ളട്ടെ, മറ്റ് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളായിക്കൊള്ളട്ടെ, ഇവരെ സംബന്ധിച്ചിടത്തോളം വൈദികർക്കെതിരെ, സമർപ്പിതർക്കെതിരെ, സഭയ്ക്കെതിരെ സംസാരിക്കാതെ അവർക്ക് അടക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താ? അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവന് അധികാരവും ശക്തിയും കൊടുത്തു. ഒരു പുരോഹിതൻ പൗരോഹിത്യത്തിൽ ഉണർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പിശാചിനറിയാം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അധികാരവും ശക്തിയും
ഇന്ത്യയുടെ പ്രസിഡന്റിന് അധികാരമുണ്ട്. പക്ഷെ ശക്തി ആരുടെ കയ്യിലിരിക്കുന്നത്? ഇന്ത്യൻ മിലിറ്ററിയുടെ കയ്യിലാണ്. അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. പക്ഷേ ശക്തി ആരുടെ കയ്യിലാണ്? ശക്തി ഇരിക്കുന്ന അമേരിക്കൻ പട്ടാളത്തിന്റെ കയ്യിലാണ്, മിലിറ്ററിയുടെ കയ്യിലാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതന് കൊടുത്തിരിക്കുകയാണ് സകല പിശാചുക്കളും. ആഫ്രിക്കയിലായിക്കൊള്ളട്ടെ, യൂറോപ്പിലായിക്കൊള്ളട്ടെ, അമേരിക്കയിലായിക്കൊള്ളട്ടെ, ഏഷ്യയിലായിക്കൊള്ളട്ടെ, ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ, സകല പിശാചുക്കളുടെ മേല അവന് അധികാരവും ശക്തിയും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പിശാചിന് ഏറ്റവും എതിർപ്പുള്ള വർഗമാണ് വൈദികര്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 8-ാം തിരുവചനം. ആ കാലത്ത് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും അവിടുത്തെ നാമത്തെ അനുഗ്രഹിക്കുന്നതിനുമായി ലേവി ഗോത്രത്തെ അവിടുന്ന് തെരഞ്ഞെടുത്തു. ലേവി ഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞു തരികയാണ് അത് പുരോഹിത ഗോത്രമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുരോഹിത ഗോത്രത്തെ തെരഞ്ഞെടുത്തത്? അവിടുത്തെ നാമത്തെ അനുഗ്രഹിക്കുന്നതിനുമായി. ഒരു പുരോഹിതൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും. ഇന്ത്യയുടെ പ്രസിഡന്റ് രാഷ്ട്രപതി ഭവന്റെ മുകളിൽ കയറി നിന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച അത് അനുഗ്രഹമാവില്ല. അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറി നിന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അമേരിക്ക മുഴുവൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ അനുഗ്രഹം കിട്ടുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അനുഗ്രഹിക്കാനുള്ള അധികാരവും അവകാശവും ദൈവം കൊടുത്തിരിക്കുകയാണ് പുരോഹിതർക്ക്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ ഒരു ദിവസം ദേവാലയത്തിൽ വന്നിരിക്കുക. അതിരാവിലെ തന്നെ ഹന്ന, ഈ പെൺകൊച്ചു വന്നിരുന്ന് അവിടെ ഇരുന്ന് ഉന്മത്തിയായിരിക്കുകയാണ്, കരയുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് എന്ന് അവിടുത്തെ വികാരിയച്ഛൻ ആരാ? ഏലി പുരോഹിതന് മനസ്സിലാവുന്നില്ല. ഈ ഏലി പുരോഹിതൻ അവളോട് ചോദിക്കുന്നുണ്ട്, മോളെ ഈ അതിരാവിലെ തന്നെ നീ ഉന്മത്തിയായിരിക്കുകയാണല്ലോ, എന്താ സംഭവിച്ചേ? ഇവള് പറയുകയാണ്, ഞാൻ അതീവ ദുഃഖിതയാ, എനിക്ക് മക്കളില്ല, അതുകൊണ്ട് തന്നെ എന്നെ അവരെല്ലാം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പുരോഹിതനായി ഏലി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുക, മോളെ സമാധാനത്തോടുകൂടെ പോകുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു. ഒറ്റ വാക്ക പറഞ്ഞുള്ളൂ, മോളെ നീ സമാധാനത്തോടുകൂടെ പോകുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു. പിന്നീട് വചനം കാണാൻ സാധിക്കും, പിന്നീട് ഒരിക്കലും അവളെ മ്ലാനവതിയായി കണ്ടില്ല. ഒരു പുരോഹിതന്റെ അനുഗ്രഹം കണ്ടോ അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ വൈദികര് വരുമ്പോൾ ഈ അച്ഛന്മാരോട് നമ്മൾ ആവശ്യപ്പെടേണ്ട എന്താ? അച്ഛാ, എൻ്റെ കുടുംബത്തെ ഒന്ന് ബ്ലസ് ചെയ്തേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയേ. ഒരു പുരോഹിതൻ അനുഗ്രഹിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഓർക്കുക, അച്ഛനെ പുകഴ്ത്തുവാൻ വേണ്ടിയിട്ടല്ല, ദൈവം ഈ പൗരോഹിത്യത്തിലൂടെ പ്രവർത്തിച്ച അനുഗ്രഹങ്ങൾ അച്ഛൻ ഓർക്കുക. ഒരിക്കൽ ഒരു പെൺകൊച്ച് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ 12 പ്രാവശ്യം RN എക്സാം എഴുതി, 12 പ്രാവശ്യം RN എക്സാം എഴുതിയിട്ട് അവൾ പരാജയപ്പെട്ടു. ഇതേപോലത്തെ ഒരു മരമണ്ടി. എന്നാ പ്രിയപ്പെട്ടവരെ, അവൾ നിരാശപ്പെട്ട് എന്നോട് ചോദിക്കുക, അച്ഛാ ഇനി 13ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതണം. ഞാൻ അന്ന് അനുഗ്രഹിച്ചിട്ട് ഏലി പ്രവാചകനോട് പറഞ്ഞത്, ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, മോളെ സമാധാനത്തോടുകൂടെ പോകുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു എന്ന്. എന്താ സംഭവിച്ചെന്നറിയോ പ്രിയപ്പെട്ടവരെ? 13ാമത്തെ പ്രാവശ്യം അവൾ പരീക്ഷയിൽ ജയിക്കുക. ഇതുപോലെ തന്നെ മറ്റൊരു ദമ്പതികളെ ഞാൻ കണ്ടുമുട്ടി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിവാഹം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞു, മക്കളില്ല. അവര് ചികിത്സിക്കാൻ പറ്റുന്ന എല്ലാ ചികിത്സയും നടത്തി. ഇവരെ സംബന്ധിച്ച് ഇവര് പറയുക, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം $100,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 65-66 ലക്ഷം രൂപയാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി അവർ ചെലവഴിച്ചത്. അത്രയും പൈസ ചെലവഴിച്ചു. നിരാശ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, അന്ന് അവർ ആ ധ്യാനത്തെ പങ്കെടുത്തു കഴിഞ്ഞപ്പം ഈ ഏലി പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് അവരെ ശിരസ്സിൽ കൈവച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ വിടുക. 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചറിയിച്ചു, അച്ഛാ
അവൾ പ്രഗ്നന്റ് ആണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കൊച്ചുങ്ങളെ മാമോദീസ നടത്തി. ഒരു കൊച്ചല്ല, 2 കൊച്ചല്ല, 3 കൊച്ച ഒറ്റ പ്രസവത്തിന്. പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതൻ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്ന ആ കാലത്ത് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുവാനും അവിടുത്തെ നാമത്തെ അനുഗ്രഹിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും വേണ്ടി ലേവി ഗോത്രത്തെ അവിടുന്ന് തെരഞ്ഞെടുത്തു. വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ് പൗരോഹിത്യത്തെ കുറിച്ച്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 19-ാം തിരുവചനം പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം പൗരോഹിത്യത്തിൽ ദൈവം ഒരു പുരോഹിതന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാർക്ക് ആ വിശ്വാസവും ബോധ്യം ഉണ്ടായിരുന്നു. നമ്മുടെ പാടത്തൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചാഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ നാളുകൾക്ക് മുമ്പ് നമ്മുടെ കാർന്നോന്മാരൊക്കെ എന്താ ചെയ്തേ? പള്ളി പോയി വികാരിയച്ഛനെ കണ്ട് അച്ഛനെ വിളിച്ചോണ്ട് വന്ന് ചാഴി വിലക്കം. അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഈ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ചാഴി കൂട്ടം കൂട്ടായിട്ട് വിട്ടുപോകും. ആ ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ ബോധ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാർന്നോന്മാർക്കുണ്ടായിരുന്ന ആ വിശ്വാസം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, ആ ബോധ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നും നമ്മുടെ വെഞ്ചരിപ്പന്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ കാണാൻ സാധിക്കും ചാടി വിലക്ക്. പ്രിയപ്പെട്ടവരെ, വീണ്ടും കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം 16-ാം തിരുവചനം. അവിടെ വചനം പറയുകയാണ്, ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കുവാനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവനെ മാനവ കുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി ബലിയർപ്പിക്കുവാനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവനെ മാനവ കുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ദൈവം ഒരു പുരോഹിതനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് മാനവ കുലത്തിൽ നിന്നാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഈ മാനവ കുലത്തിൽ നിന്നാണല്ലോ ഞങ്ങളെ തെരഞ്ഞെടുത്ത്, ഇതിന് പകരം ഒരു പക്ഷേ ഈ മാലാഖമാരുണ്ടല്ലേ, നവവൃന്ദം മാലാഖമാര്, അവരിൽ നിന്ന് ഒരു ഗണമായിട്ട് പുരോഹിത വൃന്ദത്തെ അങ്ങോട്ട് തെരഞ്ഞെടുത്തായിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ, ഈ പ്രലോഭനം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നുവല്ലോ. എന്നാ പ്രിയപ്പെട്ടവരെ, ദൈവം ഈ പുരോഹിതനെ തെരഞ്ഞെടുത്തിരിക്കുന്ന മാനവ കുലത്തിൽ നിന്നാ. അതിന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ഓരോ വൈദികർ, ഓരോ സമർപ്പിതരും കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പോലുള്ള കുടുംബങ്ങളിൽ നിന്നാ. നമ്മുടെ കുടുംബത്തിൽ കാണുന്ന എന്തൊക്കെ കുറവുകളുണ്ടോ, എന്തൊക്കെ പോരായ്മകളുണ്ടോ, ഇതൊക്കെ പുരോഹിതരിലുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തില് ഒരുപാട് പുരോഹിതരെ കുറിച്ച്, സഭയെ കുറിച്ച് മോശമായതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആരും വിമർശിച്ചിട്ട് കാര്യമില്ല. മുട്ടുകൾ കുത്തി ഈ പുരോഹിതർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം ദൈവചരവേ നമുക്കുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ. അവിടുന്ന് വചനം പറയുകയാണ്, സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുക പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്നു, ജനം മുഴുവൻ മഹാമാരി വന്ന് ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുക, ജനം മുഴുവൻ മരിച്ചു വീഴുക. ഈ സമയത്ത് ദൈവത്തിന് മുമ്പില് മോശ കൈവിരിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ ഞങ്ങൾ ചെയ്യാ? ഈ സമയത്ത് മോശയോട് പറയുന്നുണ്ട്, നീ അഹ്റോനോട് പറയുക, ബലിപീഠത്തിൽ നിന്ന് അഗ്നി എടുത്ത് ധൂപകലശത്തിലിട്ട് ജീവിക്കുന്നവരുടെ മനുഷ്യരുടെ മധ്യേ പോയി നീ ധൂപം അർപ്പിക്കുക. ബലിപീഠത്തിൽ അഗ്നി എടുത്ത് ധൂപകലശത്തിലിട്ട് ജീവിക്കുന്നവരുടെ മനുഷ്യരുടെ മധ്യേ പോയി ധൂപം അർപ്പിക്കുക. ഈ അഹ്റോൻ എന്താ ചെയ്തേ? ഈ ധൂപം എടുത്തുകൊണ്ട് ഓടിയേക്കുക, മരിച്ചു വീഴുന്നവരുടെ മുമ്പിലേക്ക്, മഹാമാരി പെട്ടവരുടെ മുമ്പിലേക്ക് അവിടെ ചെന്ന് ഈ പുരോഹിതനായ അഹ്റോൻ ധൂപം അർപ്പിച്ചപ്പോൾ
അവിടെ നിന്ന് ആ മഹാമാരി വിട്ടുപോകിയ. കണ്ടോ എന്താ നമുക്ക് പറഞ്ഞു തരുന്നേ? ഒരു ദുരിതത്തിന്റെ സമയത്ത് ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയാണ്, ധൂപാർപ്പണമാണ് ഈ ജനത്തിന് വിടുതൽ കൊടുക്കുന്നത്. അവിടെ ദൈവത്തോട് ചേർന്ന് ജീവിച്ച വ്യക്തിയായിരുന്നു, ദൈവത്തെ കൂടുതൽ കണ്ടിരിക്കുന്ന വ്യക്തിയാണ് മോശ. എന്നാൽ ഒരു ദുരന്തത്തിന് മുമ്പിൽ, ഒരു പ്രതിസന്ധിയുടെ മുമ്പില് ഈ മോശയല്ല ദൈവം വിട്ടത്, ഔറോനെയാ. എന്തുകൊണ്ടാ ഔറോനെ വിട്ടത്? ഔറോൻ പുരോഹിതനായതുകൊണ്ടാണ് ഔറോനെ വിട്ടത്. അവിടെ നിന്ന് ആ മഹാമാരി വിട്ടുപോകിയ. വീണ്ടും വചനം പറയുന്നു, ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി ബലിയർപ്പിക്കുന്നതിന് വേണ്ടി. പഴയ നിയമത്തെ കാണാൻ സാധിക്കും, പൂർവ്വപിതാക്കന്മാരൊക്കെ നടന്നീങ്ങിയ വഴിത്താരകള് നമ്മൾ തിരിച്ചറിയുന്ന എങ്ങനെയാ? ഏതൊക്കെ സ്ഥലത്തിയെന്നോ ആദ്യം അവർ ചെയ്തത് ദൈവത്തിന് ഒരു ബലിപീഠം പണിത് അവിടെ ബലിയർപ്പിച്ചു എന്നുള്ളതാ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഈ ബലിയുടെ ശക്തി തിരിച്ചറിയണം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചവർ പോയവർക്ക് വേണ്ടി, അതുപോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നീ ബലിയർപ്പിക്ക. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇങ്ങനെ പറയും, 10,000 പേര് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതിനേക്കാൾ ശക്തിയുണ്ട് ഒരു പുരോഹിതൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു പുരോഹിതനെ തെരഞ്ഞെടുത്തിരിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി, ജനത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ജനത്തിന്റെ ദുരിതത്തിന്റെ മുമ്പിൽ അവർക്ക് വേണ്ടി ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. ഇതിനൊക്കെ വലിയ ശക്തിയുണ്ട്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വചനം തരികയാണ്. പുറപ്പാടിന്റെ പുസ്തകം 7-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്ന് പല കുടുംബങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മന്ത്രവാദം, ശാപവാക്കൾ, കൂടോത്രം. ഇതൊക്കെ ഒരു കുടുംബത്തിലേക്കോ വ്യക്തിയിലേക്കോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു മോചനം കിട്ടുമോ എന്ന്. ഏത് കൂടോത്രം ആയിക്കൊള്ളട്ടെ, ഏത് മന്ത്രവാദമായിക്കൊള്ളട്ടെ, ഏത് ശാപവാക്കുകളായിക്കൊള്ളട്ടെ, അതിനെ നിർവീര്യമാക്കുവാൻ ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്ന് കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരിക. നമുക്ക് കാണാൻ സാധിക്കും, പുറപ്പാടിന്റെ പുസ്തകം 7-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് മോശയും അഹ്റോനും ചെന്നിരിക്കുക. ദൈവം പറഞ്ഞു വിട്ടിട്ടുണ്ട് അഹ്റോനോട്, അഹ്റോനെ, നിന്റെ കയ്യിലിരിക്കുന്ന വടിയുണ്ടല്ലോ താഴേക്കിടുക, അത് പാമ്പായി മാറും. ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഈ അഹ്റോൻ തന്റെ കയ്യിലിരുന്ന വടി താഴേക്കിട്ടു, അത് പാമ്പായി മാറി. ഈ സമയത്ത് ആ കൊട്ടാരത്തിൽ ഒരുപാട് മന്ത്രവാദികളുണ്ട്. അവരെല്ലാരും വന്നു, അവരുടെ വടിയും താഴേക്കിട്ടു, അത് പാമ്പായി മാറി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും, അഹ്റോന്റെ സർപ്പം വന്ന് ഈ മന്ത്രവാദികളുടെ സർപ്പത്തെ മുഴുവൻ വിഴുങ്ങിക്കളയുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരിക പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതന്റെ പ്രാർത്ഥന എല്ലാ മന്ത്രവാദം, ക്ഷുദ്രക്രിയ, അഭിജാത്യം, അതുപോലെ തന്നെ ശാപവാക്കുകള്, ഇതിനെയെല്ലാം നിർവീര്യമാക്കുവാൻ ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഈ ബോധ്യം നമുക്ക് ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. ഒരു പുരോഹിതൻ പൗരോഹിത്യത്തെ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ മതി. വീണ്ടും പൗരോഹിത്യത്തെ കുറിച്ച് പറയുക, ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികൾക്ക് കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം ഒഴുകാത്തതിന്റെ കാരണമാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന്, ഈ പുരോഹിതരും ദൈവജനവും തമ്മിലുള്ള ബന്ധം അകറ്റപ്പെട്ടിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും, ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതും നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നതിന് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിലൂടെയാണ് ജനം അനുഗ്രഹിക്കപ്പെടുന്നത്. ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ഇന്ന് ദൈവജനമേ, ഇന്ന് ദൈവജനം ക്രിസ്തുവിനെ കാണുന്നത് പൗരോഹിത്യത്തിലും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലുമാണ്. നിങ്ങൾ ഈ പൗരോഹിത്യമാണ്
ദൈവജനത്തിന് ദൈവത്തോടുള്ള ബന്ധത്തിന്റെ കാതൽ. എന്നാൽ കാലാകാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പൗരോഹിത്യത്തെ തകർക്കുന്നതിന് വേണ്ടി പിശാച് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ? ഈ പൗരോഹിത്യത്തെ തകർത്തു കഴിഞ്ഞാലാണ് ഈ പിശാചിന് ഈ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ സാധിക്കുക. ഈ പൗരോഹിത്യത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിലെ പുരോഹിതരല്ലേ ഏറ്റവും കൂടുതൽ വേദനിക്കാനും അപമാനങ്ങളിലൂടെ പോകാനും സാധിച്ചത്? പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിലെ പുരോഹിതരല്ലേ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയത്? അതിന് കാരണമുണ്ട്. സാത്താൻ അറിയാം ഒരു പുരോഹിതൻ അനുഗ്രഹിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൽ ഉണർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാചിനെ തകർത്ത് കളയുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര പുരോഹിതൻ വിശുദ്ധിയിൽ ഉയരുന്നുവോ അത്രയും ജനം വിശുദ്ധിയിൽ ഉയരും. എത്രയോ പുരോഹിതൻ ദുഷിച്ചു പോകുന്നു അത്രയും ദൈവജനം ദുഷിച്ചു പോകും. എത്രയോ പുരോഹിതൻ വിശുദ്ധിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവജനം രക്ഷപ്പെടും, കുടുംബങ്ങൾ രക്ഷപ്പെടും, ആത്മാക്കൾ രക്ഷപ്പെടും, കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പിശാച് വെച്ചു തരുന്ന രണ്ട് കെണികളാണ്. ഒന്ന്, പൗരോഹിത്യത്തെ ദുഷിപ്പിക്കുക. രണ്ടാമത്തെ കാര്യമാണ് പുരോഹിതരും ദൈവജനവും തമ്മിലുള്ള ബന്ധം ഉലച്ചു കളയുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, പുരോഹിതരും ദൈവജനവും തമ്മിലുള്ള ബന്ധം ഉലച്ചു കളയും എന്നുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ കുർബാനയുടെ സമയത്ത് പുരോഹിതൻ പറയുക, നിങ്ങൾക്ക് സമാധാനം. 100 പേര് പള്ളിയിലുണ്ടെന്ന് വിചാരിക്കുക, അതിൽ 99 പേരും അച്ഛനുമായ നല്ല രമ്യതയിലാണ്. ഒരു വ്യക്തിക്ക് അച്ഛനുമായ രമ്യതയെ അല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഈ സമാധാനം കൊടുക്കുമ്പോൾ ആ സമാധാനം ആ വ്യക്തിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. ഈ ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുക. അനേകം മക്കൾക്ക് ഈ കാലഘട്ടങ്ങളിൽ കാലാകാലങ്ങളിൽ നിങ്ങളെ നയിച്ച വൈദികരുമായിട്ട്, അതുപോലെ തന്നെ വൈദികരുടെ ദുഷ്പ്രവർത്തികൾ കാരണം അനേകം വ്യക്തികൾ വേദനിക്കാനും അനേക കുടുംബങ്ങൾ വേദനിക്കാനും ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദികരുടെ ചില ബോധ്യങ്ങൾ നിലപാടുകൾ അനേകം വ്യക്തികളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കുടുംബങ്ങളെ കരയിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഈ സമയം ഞാൻ മാപ്പ് ചോദിക്കുക ആ പുരോഹിതന് വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതെങ്കിലും പുരോഹിതരോട് ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്നു, നിങ്ങൾ ഇന്ന് ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ. ഈ പുരോഹിതരോട് ക്ഷമിച്ചുവെങ്കിൽ മാത്രമേ ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധം കൂട്ടിയോജിക്കപ്പെടുകയുള്ളൂ. ഇതിന്റെ മധ്യവർത്തിയാണ് പുരോഹിതൻ എന്ന് തിരിച്ചറിയുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ പുരോഹിതരെയും അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു പുരോഹിതന്റെ കണ്ണുനീര് എൻ്റെ കുടുംബത്തിൽ വീഴാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. ഇതുപോലെ തന്നെ കർത്താവേ, ഏതെങ്കിലും പുരോഹിതരെ അനുസരിക്കാത്ത അവസ്ഥ, ഏതെങ്കിലും പുരോഹിതരോട് മല്ലിടുന്ന സ്വഭാവം എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈശോയെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ ഈ പുരോഹിതരിലൂടെ എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും അവിടുന്ന് ഒഴുകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.